ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു 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 ക്രൂസിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഈ ഒരു പലാസോ വർസാസയുടെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്ക് മാച്ചിങ് ഷോള് സെറ്റപ്പ് ആക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ചൂസ് ചെയ്തൊരു ഡ്രസ്സാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഷോള് എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ അന്താരാഷ്ട്ര കളറായ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഗോൾഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ, ഇതിൻ്റെ കയ്യിലും കുറച്ച് ഗോൾഡ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിത് സെറ്റപ്പാക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ഉണ്ട്. രാഖിയുണ്ട്, മനു ഉണ്ട്. നമ്മളിങ്ങനെ പോകണം കേട്ടോ. നല്ല രസമുണ്ട്. നമ്മൾ ഇതിലൂടെയാണ് പോകാൻ പോകുന്നത്. ഒരു 6:30 ഒക്കെ ആകുമ്പോൾ അവർ ബോട്ട് എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ, അപ്പുറത്താണ് പാർക്ക് ചെയ്യേണ്ടത്. അവിടെ നിന്ന് നടന്നലിച്ചിവിടെ വന്നതാണ് ഗൈസ്. ഞങ്ങളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പലാസോ എന്ന് പറയുന്ന ഹോട്ടലാണ്. നിങ്ങളിൽ എത്ര പേര് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്? ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ, അതുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ക്രൂസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗൈസ്, ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. 6:15 ആകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ബോട്ട് ഇവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ആദ്യം കാണുന്ന ബോട്ടല്ല കേട്ടോ, ആ രണ്ടാമത് കാണുന്ന ബോട്ടാണ് നമ്മുടെ ബോട്ട്. ഏതായാലും നമ്മൾ ഇവിടെ കുറേ ക്രൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മളിതിന് മുന്നേ പോയിട്ടുണ്ട്, വേറൊരു സൈഡിൽ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. ഗൈസ്, ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബോട്ട്. കുറേ ബോട്ടുകളുണ്ട്, അതിൽ ഈ ഒരു ബോട്ടാണ് കേട്ടോ നമ്മുടേത്. എനിക്ക് ഈ ഒരു ഹോട്ടൽ വ്യൂ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ദിവസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു മനസ്സിൽ. ഇൻഷാല്ല ഉടനെ തന്നെ ഞാൻ അങ്ങനെ ആലോചിച്ച സ്ഥിതിക്ക് ഉടനെ തന്നെ ഇവിടെ വരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ് ഗൈസ്. എന്തായാലും നമ്മൾ കുറച്ച് ദൂരം നടക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു എൻട്രൻസ് ഗേറ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്ന് ഇടയ്ക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഫൈനലി നമ്മുടെ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ എത്തി. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുട്ടികളെ കൊണ്ട് നടക്കുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കണം, കാരണം അവരെ കൈ പിടിക്കാണ്ട് കൊണ്ടുപോകരുത്. കാരണം ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു മക്കളുള്ളവർ എന്തായാലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെങ്ങാനും എടുത്ത് ഈ കടലിലൊന്ന് ചാടി കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഒന്ന് തൊട്ട് നോക്കാം എന്ന് തോന്നിയിട്ട് അതിനകത്തെങ്ങാനും പോയി വീണു പോയാലും നല്ല രസമായിരിക്കും. സോ എനിവേ, നമ്മൾ ഹേസ ബേബിയുടെ കൈ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ബോട്ടിലേക്ക് എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ബോട്ടിൻ്റെ ഇൻസൈഡ് വ്യൂ എന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇത് താഴത്തെ ഫ്ലോറാണ്. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഒരു ബർത്ത്ഡേ പാർട്ടി ഇന്ന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു കുഞ്ഞുവാവയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ നിന്ന് നോക്കിയപ്പോൾ നല്ലൊരു വ്യൂ കിട്ടിയപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ അങ്ങ് തൂങ്ങി നിന്നു ഗൈസ്, വീഡിയോസിനും ഫോട്ടോസിനും വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, ബോട്ട് എടുത്തിട്ടുണ്ട്. ബോട്ട് നീങ്ങാണ്, ഇളകുന്നുണ്ട്. ഇല്ല, അപ്പോൾ ഗൈസ് ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നോക്ക്, തൊണ്ടേ കയറി. അതാണ് ഇപ്പൊ എപ്രാളം കാണിക്കുന്നത്. തട്ടിക്കൊടുക്ക്. ഒന്ന് തൊണ്ടേ കയറി എല്ലാം വലിച്ചു. ഇങ്ങനെ കൂട്ടി പിടിക്കാതെ അകത്ത് കൂടെ പിടിക്കണേ. നോക്ക്, ഇതില് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് കേൾപ്പിക്കാൻ പറ്റാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇതിൽ കേൾപ്പിച്ച് കഴിഞ്ഞാൽ, സോങ് കേൾപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ള ഇഷ്യൂ കൊണ്ട് മാത്രമാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് നല്ല വ്യൂസൊക്കെ അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു പകൽ ടൈമിൽ
ഒരു 6 PM ടൈമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ട് വന്നിട്ട് 6:15 പിന്നെ ഒരെണ്ണം വന്നിട്ട് 8:30 അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ 6 PM ബുക്ക് ചെയ്തത് നന്നായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൺസെറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഡേ ടൈമിലെ വ്യൂവും നൈറ്റ് ടൈമിലെ വ്യൂവും രണ്ടും ഒരേപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കാരണം ഈ ഒരു ബോട്ട് റൈഡ് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 2 hours റൈഡാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 8 o'clock ഒക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് ഒരേപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈം ആയപ്പോൾ നമുക്ക് ബുദ്ധിപൂർവ്വം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ താഴെ പോയിരുന്ന് ഫുഡ് കഴിക്കുക. ഇൻഡോർ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ബെസ്റ്റ്. കാരണം നമ്മുടെ ഈ ഒരു ക്രൂസ് ഉള്ളിലേക്ക് പോകും തോറും ഫുഡ് കഴിക്കുന്ന സമയത്ത് നല്ല സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ, നോർമലി കടലിൽ ഉള്ളിലേക്ക് പോകുന്തോറും നല്ല സ്മെല്ലടിക്കും. അപ്പോൾ ആ ഒരു സ്മെല്ല് ഇതിലും ഉണ്ടായിരുന്നു. അപ്പോൾ മുകളിലിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലൊരാൾക്ക് ഞാൻ വാള് വെക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുകളിലിരുന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഫുഡിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ താഴെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. പിന്നെ അത് ഇൻഡോർ വന്നിട്ട് AC ആണുള്ളത്. ഔട്ട്ഡോർ വന്നിട്ട് നാച്ചുറലായിട്ട് നമുക്ക് ഫുള്ള് ആസ്വദിക്കാം മുകളിലത്തെ ഡക്കിൽ പോയാൽ. പിന്നെ ഈ ഒരു വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാവിധ ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. വെജും നോൺ വെജും ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സലാഡ്സിൻ്റെ ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇൻസൈഡ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. കബാബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാര്യമായിട്ട് തന്നെ. എന്തായാലും ഞങ്ങളിതെല്ലാം എടുത്തുകൊണ്ട് അവിടെ പോയിട്ട് നിന്നിട്ട് പിന്നെ ഞാൻ പറയാൻ പോയ 2 കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റൈസ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ലൈക്ക് പ്ലെയിൻ റൈസും ബിരിയാണി റൈസും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു റൊട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡെസേർട്ടിൻ്റെ ഐറ്റമും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേഗം പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഹെസ് ബേബിനെ നോക്കണമല്ലോ ഇത് കഴിയുമ്പോൾ. എന്തായാലും ഓൾമോസ്റ്റ് ഒരു വണ്ടി എടുത്തൊരു 1.5 hour ഒക്കെ ആയപ്പം 1 hour 15 minutes ആയപ്പോഴത്തേക്കും അവർ ഫുഡെല്ലാം സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡിന് കുറച്ച് ചൂട് കുറവുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഓവറോൾ രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു അറബിക് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു മാൻഡേറ്ററി ഡാൻസ് ആണല്ലോ. നമ്മളിപ്പോൾ ഡെസേർട്ട് സഫാരിക്ക് പോയാലും ഒരു ക്രൂസ് ബുക്ക് ചെയ്താലും ഈ ഒരു ഡാൻസ് ഒട്ടുമിക്ക എല്ലാ ക്രൂസിലും അവൈലബിൾ ആയിട്ടുണ്ടാവും. ഈ ഒരു അറബിക് ഡാൻസിൻ്റെ സോങ് എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾപ്പിക്കാൻ യാതൊരു വിധ നിവൃത്തി ഉണ്ടായിരുന്നില്ല. എന്തായാലും ഹെസ ബേബിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനൊരു ഡാൻസ് കാണുന്നത്. അങ്ങനെ അവളിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം നോർമൽ ഡാൻസ് ആണെങ്കിൽ രണ്ടാമതുള്ളത് ഈ ഒരു ലൈറ്റിൻ്റെ ഡാൻസാണ്. ലൈറ്റൊക്കെ ഇങ്ങനെ ഓഫാക്കിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ കണ്ടു നിൽക്കാനായിട്ട്. അപ്പോൾ ഹെസ ബേബി ഇങ്ങനെ ഫുൾ അത്ഭുതത്തോടെയും കൂടി, ഹെസ ബേബി മാത്രമല്ല കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക കുട്ടികളിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഈ ബോഡിയിൽ ഇവരിങ്ങനെ ലൈറ്റ് കത്തിച്ച് വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വയ്യാണ്ട്. എന്നിട്ട് അവർ ഡാൻസ് കളിച്ച് പോയപ്പോഴത്തേക്കും കുട്ടികൾ ആളുടെ പിന്നാലെ കൂടിയിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അയാളോട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ബോഡിയിൽ ലൈറ്റ് കത്തിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ. എന്തായാലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഹോഴ്സിൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പം അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതും കുട്ടികൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് കേട്ടോ. അതൊരു വെറൈറ്റി സംഭവമായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു ഹോഴ്സിൻ്റെ കളിയെല്ലാം മുന്നേ കണ്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ബർത്ത്ഡേ ഈവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ ബേബിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെതാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഗൈസ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബോട്ടിനകത്ത്, ഈ ഒരു ക്രൂസിനകത്ത്. അപ്പോൾ കുറേ കഴിയുമ്പം അവരെടുത്ത ഫോട്ടോസൊക്കെ നമുക്ക് കൊണ്ടുവന്ന് കാണിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഹൗ വാസ് ദ റൈഡ്? അമേസിങ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, വലിയ റേറ്റ് ഒന്നും ഇല്ലല്ലേ? വലിയ റേറ്റ് ഒന്നുമില്ല. ആകെ ഒരു 35 AED കുഴപ്പമില്ലായിരുന്നു. ഫുഡ് എത്ര വലിയ കപ്പലും കൂടി ഉണ്ട്. അതെ അവരോട് ചോദിക്കാം നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. മനു മോഹൻ കുഴപ്പമില്ല, കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു, അടിച്ചു പൊളിച്ചു. ഇനിയും വരുന്നതാണ്. സൂപ്പർ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? കബാബ് എങ്ങനെയാണ്? സൂപ്പറായിരുന്നു. ഫുഡൊക്കെ ദുബായിലെത്തിയിട്ടില്ല ഫസ്റ്റ് ബീഫ് കബാബ് എങ്ങനെ ഉണ്ടായിരുന്നു?
മട്ടൻ കബാബ് അടിച്ചു പൊളിച്ചില്ലേ? തല ഇറക്കി ഇടരുത് കേട്ടോ. അപ്പൊ രാഖിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ നടന്ന ഡാൻസ് ആണ്. പിന്നെ നല്ലൊരു അടിപൊളി ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു പാവാടയാണ് കൊടുത്തേ. ഇഷ്ടം. പാവാടയും കൂടിയാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, മറ്റേ ഫോട്ടോ കാണിക്കുക. ഒരു ഫോട്ടോക്ക് അവർ 20 dirhams ആണ് കേട്ടോ വാങ്ങിച്ചത്. ഫോട്ടോഗ്രാഫി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, കൊള്ളാം കേട്ടോ. ഓക്കെ, അപ്പം ഈ ബോട്ടിനോട് നമ്മൾ വിട പറയുകയാണ് ഗൈസ്. ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്താലോ? ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഹിസ് ബേബി അന്തം വിട്ടിരിക്കണ്ടേ. ഇക്കുവിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ മുന്നേ പോയിട്ടുണ്ടല്ലോ ഇതേപോലെ. അതെ, ഒരു പ്രാവശ്യം അത് പക്ഷെ ക്രീക്കിലായിരുന്നു. ഇത്ര ടൈം നല്ല എക്സ്പീരിയൻസ് ആയി തോന്നില്ല അല്ലേ? അത് കുറച്ചുകൂടി കുറെ മുന്നേ പോയതാ അല്ലേ? ആ, കുറേ മുന്നേ പോയതാ. പിന്നെ അത് ഇത്ര ക്രീക്ക് enjoyment സൈഡ്, ഉണ്ടായിരുന്നില്ല. അതൊരു ക്രീക്ക് സൈഡിലാണ്. ഇത് പിന്നെ നമുക്ക് ബുർജ് ഖലീഫ ആ ഒരു വ്യൂ ഒക്കെ കിട്ടുന്ന ഏരിയയിലാണ് കേട്ടോ. ഓ വാ, ആ ബോട്ടിൻ്റെ ഭംഗി നോക്കൂ, മിന്നിത്തിളങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയിലെത്തിയിട്ട് ബാക്കി. എനിവേ ഗൈസ്, നമ്മുടെ ഈ ഒരു ക്രൂസ് റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുന്നൊരു സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ പോയ ബോട്ടും അല്ലാതെ കുറേ ബോട്ടുകളും ഇവിടെ ഉണ്ട്, അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്.